വിശ്വാസവും ബുദ്ധിയും. അതിൽ നമ്മൾ ഇന്നലെ പഠിച്ച ആ ഭാഗത്ത് നമ്മൾ അതിൽ നിന്ന് തുടരുകയാണ്. അവിടെ നമ്മൾ കേട്ടത് 156 ഖണ്ഡിക 43. അതൊന്നും കൂടി വായിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആവിഷ്കൃത സത്യങ്ങൾ നമ്മുടെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സത്യവും സുഗ്രാഹ്യവുമായി കാണപ്പെടുന്നു എന്ന വസ്തുതയല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യുത അവ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇത് ഇനി വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ വളരേണ്ട, സഭ വളരേണ്ട ഏറ്റവും പ്രധാന ഒരു തലമാണ് ഇതെന്ന് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്. ആധികാരികത. നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ആധികാരികമായ പ്രബോധനത്തിന് എളിമപ്പെടേണ്ടത് നമ്മുടെ വളരെ സാധാരണമായ ഒരു 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 ഡ്യൂട്ടിയാണ്, ഒരു കടമയാണ്. നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയാറുണ്ട്, പട്ടാളത്തിൽ ചേർന്ന ആള് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ അല്ല പട്ടാളത്തിൽ ചേർന്നത്. പട്ടാളത്തിൽ ചേർന്നാൽ പട്ടാളത്തിൽ ചേർത്ത ആളുടെയും പട്ടാളത്തിലെ ആ രൂപരേഖകൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എന്ന പോലെ നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണെങ്കിൽ നമ്മൾ ഇത്രയും ഒരു കോമൺ സെൻസ് നമുക്കുണ്ടാകണം. എ കോമൺ സെൻസ്. നമ്മുടെ സഭയുടെ അടിസ്ഥാനപരമായ പ്രബോധനങ്ങൾക്ക് ഈ വാക്ക് എളിമയോടെ സ്വീകരിക്കണം. വിധേയപ്പെടുക. ഇന്ന് ഞാൻ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന ഒരു നല്ല ആശയം ഇതാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇത് വാസ്തവത്തിൽ എളിമയുടെയും വിധേയപ്പെടലിൻ്റെയും നല്ല ഒരു മാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ഇഷ്ടം സംഭവിക്കണോ, ദൈവ ഇഷ്ടം സംഭവിക്കണോ? അതാണ് ഇത് ഒരു വചനം വരുന്നു. ആ വിധേയപ്പെടലിൻ്റെ ഒരു ജ്ഞാനത്തെയാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. പ്രൈസ്തലോ, അയ്യോ തന്നെ കിട്ടി. ലൂക്ക 7:35. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന് വിധേയപ്പെടുന്നവരിലൂടെയാണ്. കണ്ടോ? അപ്പോഴാണ് അതിൻ്റെ ശരിക്കും അർത്ഥം വരുന്നത്. നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് ജ്ഞാനം കിട്ടണ്ടോ? എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഈ ജ്ഞാനത്തിന് വേണ്ടി ഞാനിത് പറയുന്നത് തമാശയായിട്ട് പറയുന്നതല്ല. എത്രയോ വർഷമാണ് ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവിക ജ്ഞാനം നമ്മളിൽ വളരണമെങ്കിൽ നമ്മൾ അതിന് വിധേയപ്പെടണം. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ജ്ഞാനം വളരില്ല. അതാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത്. ഈ വാക്ക് അതിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും തോന്നണ്ടില്ലേ? അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അത് സ്വീകരിക്കുന്നവരിലൂടെ എന്നുള്ളതിനെ നമുക്കിങ്ങനെ ഒന്ന് വിചാരിക്കാം, അതിന് വിധേയപ്പെടുന്നവരിലൂടെയാണ്. ആ ജ്ഞാനത്തിന്, ആ ദൈവിക ജ്ഞാനത്തിനെ നമ്മളെ അങ്ങ് വിധേയപ്പെടുക. സബ്മിഷൻ. ഉത്ഭവപാപത്തിൻ്റെ പ്രധാന രഹസ്യം ഇതാണ്. എങ്ങനെയാണ് ഉത്ഭവപാപം സംഭവിച്ചത്? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾക്ക് വിധേയപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ
ജ്ഞാനം അത് ശരി, ജ്ഞാനത്തിൽ നമ്മൾ വളരുന്നതിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യവും, ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. ഈ മതബോധന ഗ്രന്ഥം എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഇത് പഠിക്കുന്നത് ദൈവിക പ്രബോധനമാണ് ഇത് എന്നും നമ്മൾ അതിന് വിധേയപ്പെട്ട് വളരുന്നു എന്നും അങ്ങനെ നമ്മുടെ ആത്മാവ് കരുത്തുള്ളതാവും. ഓക്കെ. അപ്പം അതിൽ വളരെ മനോഹരമായ ഒരു പ്രബോധനമാണ് നമുക്ക് കിട്ടിയത്. ആധികാരികത, അതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ചുമ്മാ ആരെങ്കിലും എഴുതിയതല്ല, അതാണ് കർത്താവ് ഈശോ മിശിഹ തന്നെ കൊണ്ടുവന്നതും ഈശോ മിശിഹ നമ്മളോട് പഠിപ്പിച്ചതും. അത് നല്ലൊരു വെളിപാടാണല്ലോ. അതിനെക്കുറിച്ച് എന്താ സഭ പഠിപ്പിക്കുന്നത്? അതൊന്ന് അന്വേഷിച്ചേ. അതെന്താ സഭ പഠിപ്പിക്കുന്നത്? അത് ഇന്ന സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചേ. അപ്പോഴാണ് അത് നമ്മളിൽ വിശ്വാസമായിട്ട് മാറുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുന്നതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ചില കാര്യങ്ങൾ വീണ്ടും പറഞ്ഞാലേ നമുക്കത് ഹൃദയത്തിൽ ആഴമായി പതിക്കുകയുള്ളൂ. ഇത് ആഴമായി പതിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്, ദൈവത്തിൻ്റെ ആധികാരികതയുടെ അടിസ്ഥാനമാണ് ഇതിലാണ് നാം വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസം വളരുന്നത്. അതുകൊണ്ടാണ് മുതിർന്ന മാമോദീസ സ്വീകരിക്കുന്നതിന് മുൻപ് സഭയുടെ ഔദ്യോഗികമായ എസെൻഷ്യലായിട്ട് അറിയേണ്ട ആധികാരികമായ പ്രബോധനത്തിൽ കാറ്റക്കിസം, കാറ്റക്യുമെൻട്രി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വേദോപദേശം കേട്ട് കഴിഞ്ഞിട്ടാണ് മാമോദീസ നൽകുന്നുള്ളൂ. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ആധികാരികത, അതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ചുമ്മാ ആരെങ്കിലും എഴുതിയതല്ല, അതാണ് കർത്താവ് ഈശോ മിശിഹ തന്നെ കൊണ്ടുവന്നതും. അതാണ് ഈശോ പറഞ്ഞത് മത്തായി 23:8, നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. യു ഹാവ് ഓൺലി വൺ ടീച്ചർ. ഇംഗ്ലീഷിൽ അത് വളരെ മനോഹരമാണ്. യു ഹാവ് ഓൺലി വൺ ടീച്ചർ. നിങ്ങൾക്ക് ഒരു പ്രബോധകനേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ. 23 മത്തായി 23:8. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. ഇത് നമ്മൾ കാറ്റക്കിസിസ് സ്റ്റഡന്തേ, മതബോധനം ഇന്ന് എന്ന ആ പ്രമാണരേഖയുടെ ആമുഖത്തിൽ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ക്രിസ്റ്റോസെൻട്രിസിറ്റി. ഓർക്കുന്നുണ്ടോ? ക്രിസ്റ്റോസെൻട്രിസിറ്റി. നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യു ഹാവ് ബട്ട് വൺ ടീച്ചർ. യു ഹാവ് ബട്ട് വൺ ടീച്ചർ. ഈ വാക്ക് തന്നെയാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനത്തിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് ക്രൈസ്റ്റ് ഈസ് ദ വൺ ടീച്ചർ. ക്രിസ്തുവാണ് നിങ്ങളുടെ ഒരേ ഒരു പ്രബോധകൻ. യു ഹാവ് ഓൺലി വൺ ടീച്ചർ. ഇത് വളരെ എളുപ്പം മനസ്സിലാകാനും ഹൃദയത്തെ വളരെ തുടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹു ഈസ് മൈ ടീച്ചർ? ക്രൈസ്റ്റ്. CCC 426 പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. മതബോധനത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു വ്യക്തിയാണ്, ക്രിസ്തു. ഓക്കെ, ഇനി അത് വിശദീകരിക്കുന്നില്ല എങ്കിലും ഇത് ഇന്നലെ ഞാൻ പറയേണ്ടതായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത് തോന്നിപ്പിച്ചു. കറക്റ്റ്. എന്തുകൊണ്ടാണ് പ്രബോധനം നമ്മൾക്ക് വിശ്വാസം പകരുന്നത്? പ്രബോധനം വിശ്വാസം പകരുന്നത് ആ പ്രബോധകൻ ക്രിസ്തു ആയതുകൊണ്ടാണ്. വേറെ ആരുടെയും പ്രബോധനത്തിൽ നിന്ന് വിശ്വാസം പകരില്ല. ആരുടെയെങ്കിലും പ്രബോധനത്തിൽ നിന്ന് വിശ്വാസം പകരില്ല.
പ്രബോധകൻ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വിശ്വാസം നമ്മളിലേക്ക് പകരപ്പെടുന്നത്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഒരുപാട് കാര്യങ്ങൾ ഉപമകളിലൂടെയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇതൊരു ഉപമയല്ല. ലാസർ മരിച്ചത് ഒരു ഉപമയല്ല. ലാസർ മരിക്കുകയാണ്. അതൊരു നടന്ന സംഭവമാണ്. അവിടെ ഈശോ ഈ പ്രബോധനത്തിനെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കാനും ലോകം മുഴുവനും വേണ്ടി ഈ പ്രബോധനം അവതരിപ്പിക്കുകയാണ്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. അതൊരു ഉപമയല്ല, അത് സത്യമാണ്. അപ്പോൾ ആ സത്യം പ്രബോധനം വന്നു. ഈശോ തന്നെയാവുന്ന പ്രബോധകനാണത് പറയുന്നത്. നിന്റെ സഹോദരൻ ഉയർക്കും. അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ടോ, നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ അതല്ലേ നമ്മൾ പറയണത്. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന മാതിരി ആ വിശ്വാസം അവരിലും വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത് ഉണ്ടാകേണ്ട വിശ്വാസം, ആരാണ് ഈ ഉയർപ്പിക്കുന്നവൻ? ഉയർപ്പിക്കുന്നവൻ യേശു ക്രിസ്തു തന്നെയാണ്. ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആ യേശു ക്രിസ്തുവിനെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ ആ അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൻ്റെ ഒരു മുൻകൂർ അനുഭവം ഇന്ന് തരാൻ പറ്റും. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്തീയത എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള ജീവിതമാണ് ക്രിസ്ത്യാനി. ഇപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അനുഭവിക്കുന്നതാണ്. അത് ഉപമയിലൂടെയല്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാർത്ത കണ്ണ് തള്ളിപ്പോയി. ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഉത്ഥാനം ഇവിടെ എൻ്റെ വീട്ടിലോ. മാത്രമല്ല ഈശോ അത് പറയുമ്പോൾ അതൊരു പ്രബോധനമാണ്. എന്ത്? ഞാനാകുന്നു പുനരുത്ഥാനം. നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവൻ മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? കണ്ടോ, ആ പ്രബോധനം നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ, അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്, ഐ ഹാവ് കം ടു ബിലീവ്. അപ്പം ആ സമയത്ത് അവളിൽ ആ വിശ്വാസം അങ്ങ് കിട്ടി. ഇനി അത് പരീക്ഷയ്ക്ക് വിധേയമാകുന്നു അടയാളങ്ങളിലൂടെ. ഇനി അതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്, ഇങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസ വിധേയത്വം യുക്തിക്ക് അനുസൃതമായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കണം, ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായം. ഇപ്പോൾ അവിടെ തന്നെ നോക്കൂ, മാർത്ത മറിയത്തിന് ആന്തരികമായി മനസ്സിലായി, അയ്യോ, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവാണ്. മനസ്സിലായി, ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, ക്ലിയർ. പക്ഷെ ഇപ്പോഴും മുഴുവനായിട്ടില്ല. മനസ്സിലായിക്കോട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്നലെ ഞാൻ വെളുപ്പിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലാസറിൻ്റെ ഉയർപ്പുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ എനിക്ക് കിട്ടിയ പ്രചോദനം, ഞാൻ അതിനെക്കുറിച്ച് നന്ദി പറയാണ്. ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ആവശ്യം. അന്ന് നടന്നതും അത് എപ്പോഴും നടക്കേണ്ടതാണ്.
അത് ഇപ്പോഴും നടക്കേണ്ടതാണ്. എന്തിനാണത്? ദൈവാവിഷ്കരണത്തിൻ്റെ ബാഹ്യമായ തെളിവുകളും ഉണ്ടായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചായി. ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും ഉണ്ടോ? അത്ഭുതങ്ങളും ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവരുടെ ഫലപുഷ്ടിയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും സർവരുടെയും ബുദ്ധിക്ക് ഇണങ്ങുന്നവയുമായ അടയാളങ്ങളാണ്. കണ്ടോ? ഏതൊരുത്തൻ്റെയും ബുദ്ധിക്ക് ഇണങ്ങും. ഇപ്പോൾ എന്താണ് അവിടെ കൂടിയിരുന്ന ആളുകൾ വളരെ ജ്ഞാനികളായിട്ടുള്ളവരുണ്ട്, എന്നാൽ ഒരുപക്ഷെ ഒരക്ഷരാഭ്യാസവും ഇല്ലാത്തവരുമുണ്ട്. പക്ഷേ അവർക്കെല്ലാം മനസ്സിലായി ഇതാരാണത്? പുനരുത്ഥാനവും ജീവനും ഇവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട്? ഈശോ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ ഞാൻ ഇത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത് ഈ ജനം അറിയുന്നതിന് വേണ്ടിയാണ്, ഇവർ അറിഞ്ഞ് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ അങ്ങ് ആണ് എന്നെ അയച്ചതെന്നും ഇവരറിയുന്നതിന്. കണ്ടോ? ലാസറേ, പുറത്തു വരിക. അവിടെ കൂടിയിരുന്നവരിൽ പലരുമാണ് 4 ദിവസം മുമ്പ് ഇയാളെ തോളിലേറ്റി അവൻ്റെ കബറിടത്തിലേക്ക് കൊണ്ടുപോയി അടക്കിയ ആൾക്കാരെന്താണ് വിചാരിക്കണേ ഇപ്പോൾ? ആ 4 ദിവസം മുമ്പ് തോള് കുത്തി അവിടെ കൊണ്ടുവന്ന് അടക്കിയ ആൾക്കാർ അവനെ തോളിലേറ്റിട്ട്, നീ തലയ്ക്ക് പിടിച്ചോട്ടോ, ഞാൻ കാൽവ് പിടിച്ചോളാം, എന്നാ പിടിച്ചോ, പൊക്കിക്കോ, എല്ലാവരും പൊക്കിയില്ലേ, പൊക്ക് എന്ന് പറഞ്ഞ് പൊക്കി കൊണ്ടുപോയി അടക്കിയ ആളുകള് നോക്കുമ്പോ അവരടക്കിയവൻ 4-ാം ദിവസമായി ശരീരം അഴുകിയ അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന പ്രസരണം, ആ പ്രസരണം ആണ് വിശ്വാസത്തിന് ആവശ്യമായ മറ്റൊരു ഘടകം. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു സൗഖ്യമാണ്. എന്നോട് ഈശോ പറഞ്ഞു, ആ സിസ്റ്ററിൻ്റെ കാലിന് നീളം കൂടണം, നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിക്ക്, ഇപ്പോൾ നീളം കൂടും എന്ന് പറയാനല്ല ഞാൻ സമ്മതിച്ചു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞാൻ ആ കാലിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ക്യാൻ യു ബിലീവ്, ഞാൻ ആലോചിച്ച് നോക്കി, ആ കാല് നീളം കൂടുന്നു. എല്ല് നീളം കൂടുന്നത് എൻ്റെ കൈ കൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ആലോചിച്ച് നോക്കിയേ എൻ്റെ അകത്തുള്ള അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ ഈ എല്ലുകൾ നീളം കൂടൂ എന്ന് പറഞ്ഞപ്പോ എല്ലിന് നീളം കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ മുഴ മാറൂ എന്ന് പറഞ്ഞപ്പോ മുഴ മാറി. യേശുവിന്റെ നാമത്തിൽ കൈ നീരൂ എന്ന് പറഞ്ഞപ്പോ നീർന്നു. ഇങ്ങനെയുള്ളത് ഓരോന്ന് കാണുമ്പോഴും അത് അനുഭവിക്കുമ്പോഴുമാണ് വിശ്വാസം കൃത്യമായി നമ്മളിൽ ഉറയ്ക്കുന്നത്. പ്രബോധനം, ആ പ്രബോധനത്തിന് വിധേയപ്പെടൽ, അതിൻ്റെ അടയാളം, ആ അടയാളം ചുമ്മാ ആ അടയാളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നിങ്ങൾ അനിമേഷൻ ഫിലിം കാണുമ്പോൾ, ആ അനിമേഷൻ ഫിലിം ആദ്യം ഉണ്ടാക്കിയ സമയത്തെല്ലാം എനിക്കിതൊരു നല്ല അനുഭവമാണ്. ആ അനിമേഷൻ്റെ അത്ഭുതം നടക്കണ സമയത്ത് ശരീരം മുഴുവനും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇതായിരുന്നു. അതേ അനുഭവം എനിക്കുണ്ടാവുകയാണ്. നിങ്ങളത് കണ്ടു നോക്കിക്കോ. കാരണം ഈശോ നടത്തിയ അത്ഭുതങ്ങൾ, അന്ന് നടത്തിയ അത്ഭുതത്തിൽ പ്രവർത്തിച്ച ആ ശക്തി അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. ആ ലാസറിനെ ഉയർപ്പിച്ച ശക്തി ഇന്നും ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ആ ശക്തിയുടെ പ്രസരണം ഇന്നും നമ്മളിൽ ഉണ്ടാകുന്നു. കാരണം അതേ ഈശോ നമ്മളിൽ വസിക്കുന്നു, അതേ വചനം നമ്മളിൽ വസിക്കുന്നു,
ആ സംഭവം നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വീണ്ടും ഇവിടെ പറയുകയാണ് വിശ്വാസം നൽകുന്ന വിധേയത്വം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും പ്രധാന ഒരു വാക്ക് ഇതാണ്: വിധേയത്വം. വിധേയത്വം, വിശ്വാസം നൽകുന്ന വിധേയത്വം. യാതൊരു വിധത്തിലും മനസ്സിൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല. ഇപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, കണ്ടു, നമ്മുടെ ലാസർ ഉയർത്തെഴുന്നേറ്റുന്നു. അതെങ്ങനെ? ലാസറിന് 4 ദിവസം മുമ്പ് മരിച്ചു, അവനെ കുഴിയിൽ വെച്ച് ഞങ്ങളല്ലേ, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇയാൾക്ക് വട്ടാണ്, നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ലെന്നേ, ഞങ്ങൾ ശരിക്കും കണ്ടതാണ്. എങ്ങനെ ഉയർത്തും? ആ ഈശോ കർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, പിതാവേ ലാസറെ ഉയർക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം. നമ്മുടെ ഏത് ഈശോയാ? നമ്മുടെ ആ ആചാരിപ്പണിക്കാരൻ ഈശോയാ? ആ ആചാരി യേശു. അപ്പൊ അവൻ സാധാരണ ആചാരി അല്ലല്ലോ. നിനക്ക് വട്ടാണ്. പിന്നെ അത് വെറുതെ മനസ്സിൽ തോന്നിയതാവും. അല്ലടാ, ഇത് 4 ആളോട് പറയുമ്പോഴാണ് പ്രതികരണമാണ് ഈ കേൾക്കണത്. മനസ്സിലാവണല്ലോ. അപ്പോൾ യാതൊരു വിധത്തിലും മനസ്സിൻ്റെ അന്ധമായ ഒരു പ്രേരണയല്ല അവിടെ സംഭവിച്ചത് എന്ന് കാണിച്ചു തരുന്ന വിശ്വാസ്യതയുടെ പ്രേരക ഘടകങ്ങളാണവ. മോട്ടീവ ക്രെഡിബിലിറ്റിയാസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ 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 പൊരുത്തക്കേടുകളാണ്. പലതും പറഞ്ഞ് ഇപ്പം നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇത് ലോകം അവസാനിക്കാൻ പോകുന്നു, ഇപ്പം അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, പിശാച് അലറുന്നു, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേട്ട് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടരുത്. നമ്മൾ സഭയുടെ പ്രബോധനം എന്താ പറയുന്നത്, അതിന് വിധേയപ്പെടുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു സമാധാനക്കേടുമില്ല. മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് പാരഗ്രാഫുകളിലേക്ക് പോകാം. ആദ്യം പോകുന്നത് 1063 1063. ഇനി ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. 1063 പറയുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 1063 1063 പേജ് നമ്പർ 273. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ സത്യത്തിൻ്റെ ദൈവം, വാച്യാർത്ഥത്തിൽ ആമേനിൻ്റെ ദൈവം എന്ന പ്രയോഗം നാം കാണുന്നു. അതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ സത്യത്തിൻ്റെ ദൈവം, വാച്യാർത്ഥത്തിൽ ആമേനിൻ്റെ ദൈവം എന്ന പ്രയോഗം നാം കാണുന്നു. തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏഷ്യ 65:16 നമ്മുടെ ബൈബിളിൽ ഏഷ്യ 65:16 ഇങ്ങനെയാണ്: ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കുന്നവൻ, ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കുന്നവൻ ആമേനിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേനിൻ്റെ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് വിശ്വസ്തനായ ദൈവം, ദൈവത്തിൻ്റെ വിശ്വസ്തത. തൻ്റെ പ്രബോധനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക്, തൻ്റെ പ്രബോധനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ദൈവത്തിൻ്റെ സത്യത്തിൽ അധിഷ്ഠിതമായ തൻ്റെ അധികാരത്തിൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് മിക്കപ്പോഴും ആമേൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ചിലപ്പോഴെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. വേണ്ട, മത്തായി 6-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, യോഹന്നാൻ 5:19,
646 നോക്കാം. മത്തായി 6:2. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. എന്നിട്ട് പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കേട്ടോ, എന്താണ് പറയുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ അത് ആ പ്രബോധനത്തിൻ്റെ ആധികാരികതയാണ്. സത്യം തന്നെയായ ദൈവം, വിശ്വസ്തനായ ദൈവത്തിൻ്റെ അതിന് യാതൊരു മാറ്റമില്ല എന്നർത്ഥം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നമ്മൾ ഈ വചനത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ ആർട്ടാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ലിവിങ്. ആ വാക്ക് വേറെ പലരും ഉപയോഗിച്ചു പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം, എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ഞാൻ എപ്പോഴും കർത്താവേ നീ എന്താ പറയണേ, ഞാനിങ്ങനെ പറയണു, നീ പറയണോ? ഓക്കെ, ഞാനത് എഴുതിയാൽ പിന്നെ അത് നടന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു ഉദാഹരണങ്ങളാണ്. ഇവിടെ ജർമ്മനിയിൽ വെച്ച് എനിക്ക് വളരെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള സമയം, കർത്താവേ രാവിലെ പ്രാർത്ഥന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഇന്ന് 5000 യൂറോ തരും. പ്രൈസ് ദി ലോർഡ്. സമാധാനമായി. ഇന്ന് തരുമോ? ഇന്ന് തരും. ഇനിയിപ്പോൾ അവിടെ ഞാൻ ഈശ്വരനോട് ചോദിക്കണ്ട, സത്യമായി നീയാണോ പറയണേ ചോദിക്കണ്ട. കാരണം എനിക്കറിയാം അത് ആരാ പറയണേ, എൻ്റെ ഈശോ പറയണം. ഇവിടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അവിടെ ക്ലിയറാണ്. ഞാനത് എഴുതി വെച്ചു എൻ്റെ ഡയറിയിൽ. രാവിലെ പ്രാർത്ഥിക്കണ നേരത്തെ ഇങ്ങനെ ഈശോ പറഞ്ഞു, ഇന്ന് നിനക്ക് 5000 യൂറോ ഞാൻ തരും. ഇത് രാവിലെ 7 മണിക്ക് നടന്നു. 7 മണിക്ക് കഴിഞ്ഞപ്പോൾ 2-3 കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് പോകുന്നതിന് മുമ്പ് കൗൺസിലിംഗ് എല്ലാം തീർക്കണം. ഞാൻ എല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണ സഹോദരി പറഞ്ഞു, ബ്രദർ ദർ ഈസ് വൺ മോർ പേഴ്സൺ ഹാസ് കം ബട്ട് ഹി ഹാസ് നോ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, പക്ഷെ ഒരാൾ വന്നിട്ടുണ്ട്, എടുക്കണോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എടുക്കണം, നമ്മൾ വരണവരെന്നെ എടുക്കണം. അപ്പോൾ അയാൾ ആ ദൂരത്ത് പറഞ്ഞു, തോമസ് പോൾ ഐ വാണ്ട് ഓൺലി 1 മിനിറ്റ് പ്ലീസ്. അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ അനുകമ്പയാണ്. പ്ലീസ് കം. എനിക്ക് പരിചയമുള്ള ആളാണ്, ഇച്ചിരി പ്രായമുള്ള ആളാണ്. യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ദിവംഗതനായി. അദ്ദേഹം വന്നിട്ട് പറയാണ്, തോമസ് പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് മുമ്പ് എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് 5000 രൂപ ഉടനെ കൊണ്ടുപോയി തരണമെന്ന്. ഇതാ പിടിച്ചോ, ഇതാണ് 5000 രൂപ, 5000 യൂറോ. Praise the Lord, praise the Lord. Thank you. കർത്താവേ, അങ്ങ് അരുളി ചെയ്തു, അങ്ങ് അത് നടത്തി. ഇങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, തോമസ് പോളെ സത്യമായി ഞാൻ പറയുന്നു എന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാനത് വിശ്വസിക്കുന്നു. അതെൻ്റെ രക്തം പോലെയാണ്. അതെൻ്റെ രക്തം പോലെയാണ്. കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്കവിടെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. സത്യമായിരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞാൽ അത് നടന്നിരിക്കും. എനിക്കത് കിട്ടിയ പോലെയാണ്. ഇങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം. വിധേയത്വത്തിന് ഞാൻ ഒന്നും ചെയ്യണ്ട, ഞാൻ വിശ്വസിച്ചാൽ മതി. ഫരിസേയര് ഈശോനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് പറയണേ? ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രീതികരമാകാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, അവന് വിധേയപ്പെടുക. എവിടെയാണത്? യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ
മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, വീണ്ടും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സത്യം സത്യമെന്ന് ഈശോ പറഞ്ഞാൽ കാര്യം മാറി. അപ്പോൾ നമ്മൾ യേശു ക്രിസ്റ്റോ സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, ഈശോ പറയുകയാണ് സത്യം സത്യമായി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അങ്ങ് സംഭവിക്കുകയാണ് അവിടെ എന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളുടെ പ്രാർത്ഥനയുടെ എല്ലാം ബുദ്ധിമുട്ടതാണ്. നമ്മളുടെ ആവശ്യമുള്ളതൊക്കെ കർത്താവിനോട് പറയണു. കർത്താവ് ഇങ്ങോട്ട് പറയണത് കേൾക്ക്. ഇങ്ങോട്ട് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. തോമസ് പോളെ, ഇന്ന് ഒരിക്കൽ ഞാൻ ഒരു ധ്യാനത്തിന്, ജർമ്മനിയിലൊരു ധ്യാനം 9 മണിക്ക് ധ്യാനം തുടങ്ങുന്നത്, ഇവിടെ എല്ലാവരും വന്നിരിക്കുകയാണ്. ഞാൻ ഫ്ലൈറ്റ് ഒക്കെ ലേറ്റായി പോയി വന്നു. പക്ഷേ 9 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ സ്ഥലത്തെത്തി. ഞാൻ വേഗം ഓടിപ്പടഞ്ഞ് റെഡിയായി കൃത്യം 9 മണിക്ക് തന്നെ ഹാളിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ചാപ്പലിൻ്റെ അകത്ത് കൂടിയാണ് പോകുന്നത്. ചാപ്പലിൻ്റെ അകത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അവിടെ നിൽക്കൂ. അയ്യോ കർത്താവ്, നീ അവിടെ ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. ഞാനല്ലേ പറയണത്, നീ ഇവിടെ നിൽക്കൂ, നീ 3 മിനിറ്റ് ഇവിടെ നിൽക്കൂ. 3 മിനിറ്റ് കൊണ്ട് ഞാൻ നിന്നെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ പോകാണ്. ഞാനതൊരിക്കലും മറക്കില്ല. ആ 3 മിനിറ്റ് കൊണ്ട് എന്നിൽ നിറഞ്ഞ ശക്തി, ഞാനത് വിശ്വസിക്കണോ? യെസ് ലോർഡ്. ഞാൻ അവിടെ നിന്നേ ഉള്ളൂ. 3 മിനിറ്റ് അവിടെ നിന്നു. എൻ്റെ അന്തരംഗം ചൂടാകാൻ തുടങ്ങി. എൻ്റെ അന്തരംഗം ശരിക്കും ചൂടായി. എൻ്റെ അന്തരംഗത്തിൽ കത്തണു. എൻ്റെ അന്തരംഗം ശക്തി കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ആ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഇനി നീ പോയിക്കോ, നീ പോയിക്കോ, നീ അവരോട് ഇതൊക്കെ പറഞ്ഞോ, നീ അവിടെ ശക്തമായ അഭിഷേകമോ ഉണ്ടോ. അപ്പം നമ്മൾ കുറേ പ്രാർത്ഥിക്കണം ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ആ കോണ്ടാക്ട്, നമ്മുടെ കർത്താവ് നമ്മളുടെ ആത്മാവിൽ വസിക്കുന്നു. ആ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള നമ്മുടെ ബോധ്യം, വിശ്വാസം, ഇതൊക്കെയാണ് ഈ വിധേയത്വത്തിൻ്റെ അവസ്ഥ. ഞാൻ വിധേയപ്പെട്ടു. അവിടെ ആൾക്കാർ തിരക്ക് പിടിക്കരുത് പറഞ്ഞിട്ട് എന്താ കാര്യം? കർത്താവ് പറയണത് കേൾക്കണോ, അവിടെ ആൾക്കാർ പറയണത് കേൾക്കണോ? ഞാൻ വിധേയപ്പെടണം, കർത്താവ് വിധേയപ്പെടണം. എന്നെ അയച്ചിരിക്കുന്നവൻ അവിടെ നിന്നാണ്. അപ്പോൾ ഞാനിത് പ്രാക്ടിക്കലായിട്ട് പറയാണ് ചില കാര്യങ്ങളെ. അതാണ്, ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കുന്നവൻ ആമേനിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. തൻ്റെ പ്രബോധനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ദൈവത്തിൻ്റെ സത്യത്തിൽ അധിഷ്ഠിതമായ തൻ്റെ അധികാരത്തിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് മിക്കപ്പോഴും പറയും ആമേൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോഴെല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ, നമ്മൾ മത്തായി 6:2, പിന്നെ ഞാനത് വിട്ടല്ലോ, 6:5. ഇനി നമ്മൾ എടുക്കേണ്ടത് യേശു പറഞ്ഞു, ഇതുണ്ടോ, പുത്രൻ്റെ അധികാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുത്രൻ്റെ അധികാരം, യോഹന്നാൻ 5:19. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കയില്ല. അത്രയ്ക്ക് പിതാവ് പുത്രനുമായിട്ട് ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദ ലോർഡ്. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടെ നിന്ന് അവനെ കാണിക്കും. പിതാവും മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകും. ഇതാണ് നമ്മൾ കേട്ടത് കേട്ടോ. അപ്പോൾ എന്തൊരു വലിയ ആധികാരികതയാണത്. അപ്പൊ നമ്മൾ പുത്രന് വിധേയപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിതാവിൻ്റെ ആ ആധികാരികതയിലൂടെയുള്ള എല്ലാം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിശ്വാസവും പ്രബോധന അധികാരവും. ഈശോ തന്നെ പറഞ്ഞത്, എൻ്റെ അധികാരം, എൻ്റെ പ്രബോധനം എന്നിൽ നിന്നല്ല, എന്നെ അയച്ചവനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ പ്രബോധനത്തിന് വിധേയപ്പെടണം. ഇനി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മൾക്ക് ഒരുപാട് പ്രബോധനങ്ങൾ പ്രൈവറ്റ് റെവലേഷനായിട്ടും അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഈ പുസ്തകം, ആ പുസ്തകം, ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാത്തിനെയും വിട്ടിട്ട് ക്രിസ്തു എന്തു പറയുന്നു? ഇതാണ് സുവിശേഷ പ്രഘോഷണം. ഇവിടെയും സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലും ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന പുസ്തകത്തിലും ക്രിസ്തു ജീവിക്കുന്നു എന്ന പ്രബോധനത്തിലും കണ്ടോ, ഇതെല്ലാത്തിലും സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതത്വമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ക്രിസ്തു ശിഷ്യനാണ്. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ അധികാരം, ക്രിസ്തുവുമായിട്ടുള്ള വിധേയത്വത്തിലാണ് ഞാൻ പ്രസംഗിക്കേണ്ടതും പ്രബോധനം നടത്തേണ്ടതും. അപ്പോഴേ ലോക സുവിശേഷവൽക്കരണത്തിന് പുതിയ മാനം വരും, പുതിയ ശക്തി വരും. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. 2 ദിവസം മുമ്പ് ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് മെസ്സേജ് ഇട്ടു, ബ്രദറെ ഞാൻ ബ്രദറിൻ്റെ ക്ലാസ്സുകളെല്ലാം കേൾക്കുന്നുണ്ട്, എന്നെ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചിരിക്കുകയാണ്, ഇന്ന സബ്ജക്റ്റാണ്, ബ്രദർ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ ആ സബ്ജക്റ്റ് പറഞ്ഞു, ഞാൻ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള വചനങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ പറയണം, ഇങ്ങനെ. അവരതനുസരിച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തു, പറഞ്ഞു. വളരെ മനോഹരമായി, വളരെ ശക്തമായി, എല്ലാവരും വളരെ അനുഭവസ്ഥരായി, ഭയങ്കര സന്തോഷമായി. അതാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഒരു സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റിൽ എനിക്കൊരു പ്രസംഗം പറയണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം, അത് ഈ സഭയുടെ പ്രബോധനത്തിനും കാറ്റക്കിസത്തിനും വചനത്തിനും അടിസ്ഥാനമായി ഞാൻ ഔട്ട്ലൈൻ തരാം. അങ്ങനെ പ്രസംഗിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്കൊരു പുതിയ കളരി ഉണ്ടാകാം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദി പറയാം. കരമുയർത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കർത്താവേ ഞാൻ അങ്ങേക്ക് വിധേയപ്പെടുന്നു. I submit myself. ഒരിക്കൽ കൂടി ജ്ഞാനത്തിന് വിധേയപ്പെടുക, ദൈവിക ജ്ഞാനത്തിന് വിധേയപ്പെടുക, ഈശോ നൽകുന്ന പ്രബോധനത്തിന് വിധേയപ്പെടുക, സഭയുടെ പ്രബോധനത്തിന് വിധേയപ്പെടുക. കാറ്റക്കിസത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ നൽകുന്ന പ്രബോധനമാണ്. സഭാ പ്രബോധനങ്ങളെല്ലാം അതിന് വിധേയപ്പെടുക. പ്രൈസ് ദി ലോർഡ്.